നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നലെ രണ്ട് മാച്ചുകൾ നടന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഫസ്റ്റ് പറയാനായിട്ടുള്ളത് ലലീഗയിൽ നടന്ന പ്രോബബ്ലി സെക്കൻഡ് വേഴ്സസ് തേർഡ് മത്സരമായിരുന്നു. VRL ഹോമിൽ, അതായത് സാന്റിയാഗോ ബെർണബേയിൽ റയൽ മാഡ്രിഡ് നേരിടുകയുണ്ടായി. സോ കളിയുടെ തുടക്കത്തിൽ ടോണി ക്രൂസിനൊക്കെ ഒരു ഗംഭീര വരവേൽപ്പാണ് അവിടെ ഫാൻസ് കൊടുത്തത്. തിരിച്ച് പ്രോബ്ലി ഫസ്റ്റ് ടൈമാണ് ആൾ റിട്ടയർ ചെയ്തതിന് ശേഷം ബെർണബേയിൽ ഒരു കളി കാണാൻ വരുന്നത്. സോ അടിപൊളി റിസപ്ഷൻ ആയിരുന്നു ടോണി ക്രൂസിന് കിട്ടിയത്. സോ ലൈനപ്പ് നമ്മൾ നോക്കാനായിട്ടാണ് ചൗമനീൻ ഇന്നലെ CBയും, അതുപോലെ തന്നെ വാൽവറുടെ, ജൂഡ് ബെല്ലിംഗം, ലൂക്ക മോഡ്രിച്ച്, കാമോവിംഗ അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡ് 4 ആണ് ഇറങ്ങിയത്. റോഡ്രിഗോയ്ക്ക് റെസ്റ്റ് കൊടുത്തു, ബെഞ്ചിലായിരുന്നു. ലേറ്റർ സബ്ബായിട്ട് 70 മിനിറ്റിന് ശേഷം ഇറങ്ങി. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറുമാണ് മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ഗെയിമിന്റെ തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോബബ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും. VRL ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർക്ക് 5-6 പ്ലേയേഴ്സ് അവരുടെ ഇഞ്ചുറി കാരണം അവർക്കും ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് നേരിടുന്ന ഒരു സൈഡാണ്. സോ VRL ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് കണ്ടപ്പോഴേക്കും ഓക്കെ, സെക്കൻഡ് വേഴ്സസ് തേർഡ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട്, മേ ബി ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് കാണാം, എൻഡ് ടു എൻഡ് സ്റ്റഫ് കാണാം എന്നുള്ള പ്രതീക്ഷയിലാണിരുന്നത്. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിന്റെ ആ ഒരു ഇന്റൻസിറ്റി ത്രൂ ഔട്ട് ദ മാച്ച് നമുക്ക് കാണാൻ സാധിച്ചില്ല. റയൽ മാഡ്രിഡ് 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് എടുത്ത്, 2 ഗോളാക്കി. അപ്പുറത്ത് VRL ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് എടുത്ത്. അവർ 2 നല്ല കിടിലൻ ചാൻസുകൾ മിസ് ചെയ്തിരുന്നു, 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും VRL ഓവറോൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു ഓവറോൾ പെർഫോമൻസ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ട് കളി കടന്നപ്പോഴേക്കും ഭയങ്കര ഡ്രൈ എന്നൊക്കെ പറയാം, അമ്മാതിരി ഡ്രൈ ആയിരുന്നു അറ്റാക്കിങ് രണ്ട് സൈഡിന്റെ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ടാണ്. സോ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ റയൽ മാഡ്രിഡിലെ വാൽവേർഡെ ത്രൂ ആണ് റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നത്. ഒരു നല്ല ഷോട്ടായിരുന്നു, അത് ഡിഫ്ലക്ട് ചെയ്ത് ഔട്ട്സൈഡ് ദ ബോക്സ് ഒരു അത്യാവശ്യം ലോങ് റേഞ്ച് ഷോട്ട്, അത് ഡിഫ്ലക്ഷൻ ആയിരുന്നു. സോ അവിടെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡിഫ്ലക്റ്റഡ് ആയിട്ട് ഗോൾ കയറി. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വിനീഷ്യസ് ജൂനിയർ ആണ് നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഗോൾ അടിക്കുന്നത്. അതൊരു കിഡിലൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് ഗോളായിരുന്നു. ആ സെൻട്രൽ ഏരിയാസിലോട്ട് നമ്മൾ കാണാറുള്ള വിനിയുടെ ആ ഒരു പൊസിഷനിങ്ങും അവിടെ നിന്നുള്ള ഒരു കിഡിലൻ ഗോളും. സോ 2 ഗോളും നമ്മൾ നോക്കുവാണെങ്കിൽ ഔട്ട്സൈഡ് ദ ബോക്സ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് നമ്മൾ കണ്ടത്. സോ ഇന്നലത്തെ മാച്ചിലും നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ റയൽ മാഡ്രിഡിന്റെ ഭാഗത്തുനിന്നും കുറച്ച് എന്നാ പറയുക, ഒരു ഫുൾ ഫ്ലോയിങ് റയൽ മാഡ്രിഡ് സൈഡിനെ അല്ല നമ്മൾ കണ്ടത്. പക്ഷേ ഒരു 2-0 വിക്ടറി നേടിക്കൊണ്ട് വരികയും ചെയ്തു. ഗെയിം ആണെങ്കിൽ VRL എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊന്നും റയലിനെ അധികം ട്രബിൾ ചെയ്തിട്ടില്ല. സോ ഒരു കംഫർട്ടബിൾ എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു വിക്ടറി റയൽ നേടി. ബട്ട് ഈ ഒരു വിജയത്തിനിടയ്ക്കും റയൽ മാഡ്രിഡിന് ഏറ്റവും തലവേദന വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിൽ കർവഹാളിന് കിട്ടിയ ഇഞ്ചറിയാണ്. സോ ആ ഒരു ഇഞ്ചറി കിട്ടിയപ്പോഴേ ഒരു സ്ട്രക്ചറിൽ ആരെ എടുത്തുകൊണ്ട് പോയപ്പോഴേ പണിയായെന്ന് ഓർത്താണ്. സോ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്, ഞാൻ ഉള്ളത് പറയാണ്, കർവഹാൾ ഒരിക്കലും രേസിയർ ഇഞ്ചറി കിട്ടി പുറത്തിരിക്കുന്ന കാണാനായിട്ട് ഒരു ആഗ്രഹമില്ല. കാരണം ഫോർ മീ ഹീ ഈസ് സ്റ്റിൽ ദ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഇൻ ദ വേൾഡ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഐ തിങ്ക് ഈ പ്രായത്തിലും ആൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് ഈസ് സംതിങ് എൽസ്. സോ കർവഹാൾ പോലത്തെ ഒരു പ്ലെയറിനെ ACL കാരണം റയൽ മാഡ്രിഡിന് നഷ്ടമാവുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. ലൂക്കാസ് വാസ്കസ്കാർക്ക് ആർക്ക് റീപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ മിലിറ്റാവിന് റൈറ്റ് ബാക്ക് ആയിട്ട് റെഗുലർലി ഇനി ഈ സീസൺ കളിപ്പിക്കേണ്ടി വരുമായിരിക്കും. സോ എങ്ങനെ ആൻസറോട്ടെ അത് സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബട്ട് ത്രൂ ഔട്ട് ദ മാച്ച് ഇന്നലെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം, ലൂക്ക മോഡ്രിച്ചാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അപ്രണ്ട് കളിച്ചിട്ട്, വാൽവേർഡെ ആൻഡ് കാമോവിംഗ കുറച്ചുകൂടെ ഡീപ്പിൽ നിന്നാണ് കളിച്ചത്. സോ റയൽ മാഡ്രിഡ് ടോണി ക്രൂസിന്റെ ഒരു അഭാവത്തിൽ വാൽവേർഡേക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഭയങ്കരമായിട്ട് എന്നാ പറയുക അണ്ടർ യൂസ്ഡ് ആക്കുന്നുണ്ട്. കർവഹാൾ പലപ്പോഴും അവിടെ ഇന്നലത്തെ മാച്ചിലൊക്കെ ആണെങ്കിലും ഇതിന് മുമ്പാണെങ്കിലും എസ്പെഷ്യലി ഇന്നലത്തെ മാച്ചിൽ ഒരു സിംഗിൾ ഔട്ട്പുട്ട് അഥവാ ഐസൊലേറ്റഡ് അവിടെ നിൽക്കുന്ന പോലെ തോന്നി. അറ്റാക്സ് ആ ഭാഗത്തുനിന്ന് വരുന്നില്ല, ഈവൻ ഡിഫൻസീവ്ലി ആ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ സപ്പോർട്ട് കിട്ടുന്നില്ല. ലൂക്ക മോഡ്രിച്ചും നാച്ചുറലി സെൻട്രൽ ഏരിയാസിലോട്ട് കയറാനായിട്ടും കൂടാതെ ആ റൈറ്റിലോട്ട് ക്വിക്ലി വന്ന് കവർ ചെയ്യാനായിട്ടും 39 വയസ്സായി ആൾക്ക് ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ആ റൈറ്റ് ഹാൻഡ് സൈഡ് റയൽ മാഡ്രിഡ് പ്രോപ്പറായി യൂസ് ചെയ്യാത്ത പോലെ തോന്നി. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിനീഷ്യസ് ജൂനിയർ എന്നൊരു ഒരു കിടിലൻ ഗോൾ അടിച്ചു. പക്ഷേ വിനീഷ്യസ് ജൂനിയറിന്റെ ഓവറോൾ ഗെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് ഈസ് ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഏറ്റവും ഡിസപ്പോയിന്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്ലെയർ കിലിയൻ എംബാപ്പയാണ്, വിത്തൗട്ട് എ ഡൗട്ട്. എംബാപ്പെ ചെറിയ ഗ്ലിംസസ് ഒക്കെ പ്രോബ്ലി കാണിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്നാലും ഇവൻ ലാസ്റ്റ് മാച്ച് ആണെങ്കിലും ഇന്നലത്തെ മാച്ച് ആണെങ്കിലും എംബാപ്പെ ഈസ് നോട്ട് മേക്കിംഗ് ദോസ് റൺസ്. എംബാപ്പെ നാച്ചുറലി ഒരു CF അല്ല, നമുക്കറിയാം. അപ്പുറത്ത് വിനീഷ്യസ് ജൂനിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എംബാപ്പയുടെ പ്രസൻസിൽ 2 പേർക്കും ഇടയിൽ എങ്ങോട്ട് ഏത് ചാനലിലോട്ട് റണ്ണ് നടത്തണം എന്നുള്ള കാര്യത്തിൽ ക്ലിയർലി ലാക്ക് ഓഫ് ഐഡിയ ഉണ്ട്. ഈ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് ജൂഡ് ബെല്ലിംഗമിൻ്റെ കാര്യമാണ്. ഇഷ്യൂ നല്ല ഒരു സിമ്പതി തോന്നുന്നത് ജൂഡ് ബെല്ലിംഗമിനോടാണ്. സോ ജൂഡ് ബെല്ലിംഗമാണ് പ്രോബ്ലി ആ പിച്ചിൽ അലോങ് വിത്ത് വാൽവറെ പ്രോബ്ലി ജൂഡ് ബെല്ലിംഗം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന പ്ലേയേഴ്സിൽ ഒന്നാണ്. സെൻട്രൽ ഏരിയാസിൽ എസ്പെഷ്യലി ഫ്രണ്ടിലും ബിഹൈൻഡ് ദ ബാക്ക് അതായത് ഡീപ്പിലും ഈക്വലി ഇൻവോൾവ് ആവേണ്ടി വരാറുണ്ട് ജൂഡ് ബെല്ലിംഗം. സോ പലപ്പോഴും ജൂഡ് ബെല്ലിംഗം ആ ഒരു പ്രസ് ബീറ്റ് ചെയ്ത് അഥവാ ആ ഒരു ബോളുമായിട്ട് ക്യാരി ചെയ്ത് ആ ഒരു പാസ് നടത്താനായിട്ട് നോക്കുമ്പം
എംബാപ്പയും വിനീഷ്യസ് ജൂനിയർ. ഐ എം റിയലി സർപ്രൈസ് വിത്ത് വിനീഷ്യസ് ജൂനിയർ. അവർ രണ്ടുപേരും ആ ഒരു റൺ നടത്തുന്നില്ല. അവർ സ്റ്റാറ്റിക് ആയിട്ട് ബോൾ ഞങ്ങളുടെ ഈ പൊസിഷനിലോട്ട് വരട്ടെ, ഞങ്ങൾ ആ ഒരു റോള് തന്നെ അഥവാ ആ ഒരു പൊസിഷൻ പിടിക്കുക എന്നുള്ള രീതിയിൽ അവിടെ സ്റ്റാറ്റിക് ആക്കി നിൽക്കുന്ന തോന്നുന്നുണ്ട്. സോ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 3-4 കിടിലൻ അങ്ങനത്തെ അവസരങ്ങളിൽ എന്തുകൊണ്ട് എംബാപ്പയും വിനി റണ്ണ് നടത്തുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നത്. അതിപ്പം ഈ മാച്ചിലല്ല, ഇതിന് മുമ്പത്തെ മാച്ചിലും കുറച്ച് ഇൻസ്റ്റൻസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വൈ ദേ ആർ നോട്ട് മേക്കിംഗ് ദോസ് റൺസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻഡ് എംബാപ്പയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ എംബാപ്പ എന്തുകൊണ്ട്, ശരിയാണ് നാച്ചുറലി ഹീസ് നോട്ട് എ CF, പക്ഷേ അഡാപ്റ്റ് ചെയ്യണം ആ ഒരു റോളിലോട്ട് ആൾ കളിക്കുമ്പോഴേക്കും ആ ഒരു കോൺഫിഡൻസോടുകൂടി ഒരു ഫസ്റ്റ് ടൈം ഷോട്ട്സ് എംബാപ്പ എടുക്കാനായിട്ട് തുടങ്ങണം. രണ്ടാം തരം എംബാപ്പയുടെ റണ്ണിങ്, എംബാപ്പ ഹാസ് ടു മേക്ക് ദോസ് റൺസ്. CF ആയിട്ട് കളിക്കുകയാണ്, സെൻട്രൽ ഏരിയാസിൽ കളിക്കുമ്പോൾ റൺസ് നടത്തിയേ പറ്റൂ. ആൻഡ് വിനീഷ്യസ് ജൂനിയർ ആൻഡ് കിലിയൻ എംബാപ്പെ തമ്മിൽ ഇപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടില്ല എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ്. ആൻഡ് വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ കിടിലൻ ഗോൾ അടിച്ചു. ഓവറോൾ മോശമെന്നല്ല, പക്ഷേ നമ്മൾ ലാസ്റ്റ് സീസൺ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഫ്രീഡം വിനിക്ക് പിച്ചിൽ കിട്ടാത്ത പോലെ മേ ബി എംബാപ്പയുടെ പ്രസൻസ് അവിടെ ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല. ആ ഒരു ഫ്രീഡം ഇല്ല, ആ ഒരു റൺസ് നടത്തുന്നില്ല, നമ്മൾ വിനിയുടെ ആ ഒരു നാച്ചുറൽ മൂവ്മെൻറ്റ്സ് കാണുന്നില്ല. വിനിയുടെ ട്രാൻസിഷനിൽ ലാസ്റ്റ് സീസൺ നമുക്കറിയാം വിനീഷ്യസ് ജൂനിയർ ഏറ്റവും ത്രെറ്റനിങ് ആ സെൻട്രൽ ഏരിയാസിലൂടെയുള്ള ആളുടെ ട്രാൻസിഷൻ ഫേസിലുള്ള മൂവ്മെൻറ്റ്സ് ആയിരുന്നു. സോ ആ സെൻട്രൽ ഏരിയാസിലൂടെയുള്ള ആ ഒരു ട്രാൻസിഷൻ ഫേസ് മൂവ്മെൻറ്റ്സ് നമ്മളിപ്പം കാണുന്നില്ല. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി എന്തുകൊണ്ട് കിലിയൻ എംബാപ്പെ മെയിൻലി ഫ്രണ്ടിൽ എഫേർട്ട് ഇടുന്നില്ല? വിത്തൗട്ട് ദ ബോൾ നമ്മൾ നോക്കാനായിട്ടാണ് കിലിയൻ എംബാപ്പെ എഫേർട്ട് ഇടുന്നില്ല, റൺസ് നടത്തുന്നില്ല. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഗ്രേറ്റ് സ്ട്രൈക്കേഴ്സ്, ഇപ്പം ഉദാഹരണം പറയുകയാണ് ലെവൻഡോസ്കി, അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് സീസൺ ഇവൻ യൊസലു പിച്ചിൽ ഇറങ്ങിയപ്പോൾ ഇവൻ കരീം ബെൻസിമ ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരുടെയൊക്കെ ബിഗ്ഗസ്റ്റ് എന്നാ പറയുക ത്രെട്ടോ അതോ അവരൊക്കെ ടീമിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന സാക്രിഫൈസുകളിലൊന്ന്, ഈവൻ ഇഫ് ബോൾ അവരുടെ ഫീറ്റിൽ ഇല്ലെങ്കിലും അതോ അവരിലോട്ടല്ല ബോൾ വരുന്നെങ്കിലും അവരുടെ ഒരു നാച്ചുറൽ മൂവ്മെൻറ്റ് കാണും, അതോ അവർ ആ റൺസ് നടത്തും ടു ക്രിയേറ്റ് സ്പേസസ് ഫോർ ഹിസ് ടീംമേറ്റ്സ്. സോ എംബാപ്പയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആ ഒരു ടീംമേറ്റ്സിന് വേണ്ടി സാക്രിഫൈസസ് നടത്തുന്ന ആ ഒരു റണ്ണ് ഇതുവരെ കണ്ടിട്ടില്ല. ശരിയാണ്, സീസൺ തുടങ്ങി കുറച്ച് മാച്ചസ് ആയിട്ടുള്ളൂ, പക്ഷേ നമ്മൾ റിവ്യൂ നടത്തുമ്പോഴേക്കും ഉള്ളതുപോലെ പറയണം. ശരിയാണ്, ഡിസംബർ ആകുമ്പോഴാണ് റയലിൻ്റെ പ്രോബബ്ലി ഏറ്റവും ബെസ്റ്റ് ലൈനപ്പ് ആവുക, ഏറ്റവും സോർട്ടഡ് ഔട്ട് ആവും, ടീം സെറ്റ് ആവുമായിരിക്കും. പക്ഷെ നമ്മളിപ്പം കാണുന്ന കാര്യം ഒന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പോഴേ വിലയിരുത്തേണ്ട, ഡിസംബർ ആകുമ്പോൾ വിലയിരുത്തിയാൽ മതി എന്നുള്ള കമൻസ് വരുമെന്നറിയാം. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഒരു മാച്ച് കണ്ടിട്ട് റിവ്യൂ ഇടുമ്പോഴേക്കും നമ്മൾ കണ്ട കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. സോ ആ രീതിയിൽ കണ്ടാൽ മതി. ഡിസംബർ ആകുമ്പോഴേക്കും ചിലപ്പം എംബാപ്പെ ആയിരിക്കാം ഈ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് ആ ടീമിനെ പുറകോട്ട് വലിക്കുന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അത് എംബാപ്പെ ആണെന്നാണ് ഒരു മാച്ച് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് മേ ബി സോർട്ടഡ് ഔട്ട് ആവുമായിരിക്കാം. ആൻഡ് എംബാപ്പെ ആ ഒരു റൺസ് നടത്തുകയും ടീമിന് വേണ്ടി പ്രസ്, എസ്പെഷ്യലി അപ്പ് ഫ്രണ്ട് കുറച്ചുകൂടെയും വിത്തൗട്ട് ദ ബോൾ പ്രസ്സിങ് എംബാപ്പെ ചെയ്തേ പറ്റൂ. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യണം. അവിടെ മേ ബി കർവാൾ ഐസൊലേറ്റഡ് ആണ്, അവിടെ ഒരു അറ്റാക്കിങ് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ മേ ബി മൂവ്മെൻറ്റ് നടത്തണമെങ്കിൽ നിയമം എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടോ അഥവാ തന്നിലോട്ടോ ബോൾ വരണമെന്നുള്ള ഇതാതെ, അഥവാ താൻ ആ ബോളിലോട്ട് ചെല്ലുക, അഥവാ താൻ റൺസ് നടത്തുക, തന്നെ ബോൾ ഫൈൻഡ് ചെയ്യും എന്ന് വിശ്വസിച്ച് ആ ഒരു റണ്ണ് നടത്തുക. അത് കിലിയൻ എംബാപ്പെ ചെയ്യാത്തതിൽ ഐ എം റിയലി സർപ്രൈസ്. ആൻഡ് വിനീഷ്യസ് ജൂനിയർ അതിൽ കിട്ടില്ലനായിരുന്നു. മേ ബി എന്തുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ആ ഒരു ട്രസ്റ്റ് അഥവാ ആ ഒരു റണ്ണ് നടത്തുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇന്നത്തെ മാച്ചിലുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ മാച്ചുകൾ പ്രോബ്ലി വിനീഷ്യസ് ജൂനിയർ ഈ സീസൺ നമ്മൾ കണ്ട ആ ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല. മേ ബി എന്തുകൊണ്ടാണ് എന്നുള്ളത് ആൻസറോട്ടി സോർട്ട് ഔട്ട് ചെയ്യായിരിക്കും. നമ്മൾ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് കിലിയൻ എംബാപ്പയുടെ പ്രസൻസ് ആയിരിക്കാം ആളുടെ ആ ഒരു നാച്ചുറൽ അബിലിറ്റി അഥവാ നാച്ചുറൽ മൂവ്മെൻറ്റ്സ് ബ്ലോക്ക് ചെയ്യുന്നത് അവരുടെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണെന്നാണ് പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ ജൂഡ് ബെല്ലിംഗം കൊടുക്കുന്ന എഫേർട്ടിന് നമ്മൾ ക്രെഡിറ്റ്സ് കൊടുത്തേ പറ്റൂ. പക്ഷേ അതിനൊരു ഫൈനൽ ഔട്ട്പുട്ടോടെ കിട്ടണമെങ്കിൽ വിനിയും എംബാപ്പയും കുറച്ചുകൂടെ ആ ഒരു റൺസ് അഥവാ ആ ഒരു ട്രസ്റ്റ് ചെയ്ത് ആ ഒരു റണ്ണ് ഫ്രീ ചാനൽസിലോട്ട് നടത്തിയേ പറ്റൂ. ആൻഡ് വാൽവേർഡെ ഇന്നലെയും കൊടുത്ത എഫേർട്ട് അടിപൊളിയായിരുന്നു. ഐ എം റിയലി, ഞാൻ പറയണം, ഐ എം റിയലി എനിക്ക് ഏറ്റവും അസൂയ നിങ്ങൾക്ക് എംബാപ്പെ ഉള്ളതിലോ ബെല്ലിങ്ങം ഒരു അസൂയ ഫാക്ടറാണ്. പക്ഷേ ബെല്ലിങ്ങം ഉള്ളതിലോ വിനി ഉള്ളതിലോ റോഡ്രിഗോ ഉള്ളതിലോ കോർട്ടോ ഉള്ളതിലോ ഒന്നുമല്ല. ഇറ്റ്സ് വാൽവേറെ പോലത്തെ ഒരു പ്രസൻസ് നിങ്ങളുടെ ടീമിലുള്ളതാണ്. ആസ് എ വാർസാ ഫാൻ എനിക്ക് റയൽ മാഡ്രിഡ് ഫാൻസിനോടുള്ള ബിഗ്ഗസ്റ്റ് അസൂയ. മാൻ, വാട്ട് എ പ്ലെയർ ബ്രോ, വാട്ട് എ പ്ലെയർ. ഇവൻ മോഡ്രിച്ച് ഇന്നലെ മോശമല്ലായിരുന്നു. മോഡ്രിച്ച് ഇന്നലെ കൺസിഡറിങ് ഹിസ് ഏജ് ഓവറോൾ എഫേർട്ട് മോശമല്ല. എന്നാൽ ഐ തിങ്ക് ഗൂളർ പിച്ചിൽ ഇറങ്ങുമ്പോൾ ഒരു ഇമ്പാക്റ്റ് കാണുന്നുണ്ട്. ഐ തിങ്ക് ഗൂളർ ഡിസേർവ്സ് സം മോർ മിനിറ്റ്സ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ആൾക്ക് മിനിറ്റ്സ് കിട്ടുന്നുണ്ട് ഇല്ല എന്നല്ല, ബട്ട് ഐ തിങ്ക് ഗൂളറിനെ കുറച്ചുകൂടെ ഒക്കെ മേ ബി ഒരു സ്റ്റാർട്ടിങ് റോളിലോട്ടൊക്കെ ഒന്ന് ചില മാച്ചുകളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ എന്നാലും ഗൂളർ പിച്ചിൽ ഇറങ്ങുമ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ഗൂളേഴ്സ് പെർഫോമൻസ്. ആൻഡ് ഇന്നലെ ആണെങ്കിലും മിലിട്ടോ ഇറങ്ങി, റോഡ്രിഗോ ഇറങ്ങി, അവസാനം വാസ്കസ് ഇറങ്ങി. ബട്ട് കർവാഹാളിൻ്റെ ഇഞ്ചറിയാണ്, ACL ഇഞ്ചറിയാണ്.
ബിഗസ്റ്റ് ഇഷ്യൂ. ഈ സീസൺ കർവാഹാൾ ഫുള്ളി ഔട്ടാണ്. റയൽ മാഡ്രിഡിന് മോശമായൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സോ അവിടുന്ന് നമ്മൾ നേരെ സിറ്റി മാച്ചിനെ കുറിച്ചൊന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ 3-2 ഒരു വിജയം ഫുള്ളാമിന് അഗെയിൻസ്റ്റ് എത്തിഹാഡിൽ നേടുകയുണ്ടായി. ക്ലിനിക്കൽ പെർഫോമൻസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. റോഡ്രി ഇല്ലായിരുന്നു, ഡിബ്രോയിനെ ഇല്ലായിരുന്നു, നമുക്ക് ഓസ്കർ ബോബും റോഡ്രി ഈ സീസൺ ഔട്ടാണ്. സോ ഓക്കെ, ഒരു 3-2 വിൻ എത്തിഹാഡിൽ. നമ്മളതിനെക്കുറിച്ച് പോസ്റ്റ് മാച്ച് വന്ന് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മളൊരു ലൈവ് സ്ട്രീമിലൂടെ കൂടുതലാണ്. സോ കൂടുതൽ വിസ്തീരിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ളാമാണ് ലീഡ് എടുത്തത്. അതിനുശേഷം പെരേരയുടെ, അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു കിട്ടിലൻ ചാൻസ് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ ചാൻസ് അഡാമ ട്രയറൊക്കെ ഉണ്ടായിരുന്നു 1-on-1. അവിടെ റിക്കോ ലൂയിസിനെ ബുള്ളി ചെയ്യുന്നു. റിക്കോ ലൂയിസ് ലൂസസ് ബോൾ ആ ഒരു അഡാമ ട്രയറുടെ സ്ട്രെങ്തിന് മുമ്പ് വീഴുന്നു. എഡർസൻ്റെ ഒരു നല്ല സേവ്. അതിനുശേഷം പെരേര നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവോബി ത്രൂ വന്നൊരു അറ്റാക്കിൽ ഗോൾ സ്കോർ ചെയ്യുകയാണ്. ഗിമിനസ്, ഇവോബി ആൻഡ് പെരേര കമ്പൈൻ ചെയ്യുന്നു. അതിനുശേഷം മറ്റൊരു കിടിലൻ ചാൻസ് ട്രയറുടെ കാലിലോട്ട് കിട്ടുന്നു. 2-0 ആക്കായിരുന്നു, മിസ് ചെയ്യുന്നു. പിന്നീട് കോവസിച്ചിലൂടെ സെറ്റ് പീസിൽ സിറ്റുവേഷനിലൂടെ ഒരു ഗോളും പിന്നെ ബെർണാഡസിലോ ലേ ഓഫ് ചെയ്ത രീതിയിൽ ആളുടെ ഒരു ഷോട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോളായി കൺവേർട്ട് ചെയ്യുന്നു. 2-1 ലീഡ് എടുക്കുന്നു. അതിനുശേഷം ഡോക്കു ബെഞ്ചിൽ നിന്ന് ഇറങ്ങി 3-1 ആക്കുന്നു. പക്ഷേ അവസാനം മുനീസിലൂടെ 3-2 ആക്കി 88-ാം മിനിറ്റിൽ ഗോളിലൂടെ. സോ മേ ബി മാഞ്ചസ്റ്റർ സിറ്റി പണി പാടുമോ? ആഡ് ഓൺ ടൈം ഒരു 5 മിനിറ്റോടെ കാണുന്നു. മേ ബി മാൻ സിറ്റി ഒരു ഈക്വലൈസർ വഴങ്ങുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ അവർ ഹോൾഡ് ഓൺ ചെയ്തു. ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് എന്നതിലുപരി നമുക്കൊരു ടാക്ടിക്കലി ആ ഒരു ലാക്ക് ഓഫ് സ്ട്രക്ചറാണ് സിറ്റിയിൽ കാണുന്നത്. സോ നമ്മൾ ലാസ്റ്റ് സീസണിൽ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ട്രാൻസിഷനിലെ വൾണറബിലിറ്റി സിറ്റിയിൽ ഇന്നലെയൊക്കെ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. മേ ബി കോവസിച്ച്, ഗുണ്ടകൻ, ഫിൽ ഫോഡൻ മിഡ്ഫീൽഡിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇറക്കിയത്. സോ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തെന്ന് വെച്ചാൽ അവരെ ഇൻഡിവിജ്വലി നമുക്ക് അവരെ 3 പേരെയും കുറ്റം പറയാനില്ല. പക്ഷെ എന്തോ അവിടെ ഒരു പ്രോപ്പർ ലാക്ക് ഓഫ് സ്ട്രക്ചർ കാണാനായിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ ട്രാൻസിഷൻ സിറ്റി ഭയങ്കര ഓപ്പൺ ആയി തോന്നുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇന്നലെ റിക്കോ ലൂയിസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. റിക്കോ ലൂയിസ് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് അല്ല. സോ പ്രൈം വോക്കർ കൊടുത്ത ഒരു ഔട്ട്പുട്ട് റിക്കോ ലൂയിസിൻ്റെ കയ്യിൽ നിന്നും ഒരു റൈറ്റ് ബാക്ക് എന്ന നിലയിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. സോ ഓപ്പോണൻസ് അത് എക്സ്പോസ് ചെയ്യും ആ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇന്നലെ ക്ലിയർലി അഡാമ ട്രയോറെ ഇട്ടു എല്ലാം അത് എക്സ്പോസ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. ആൻഡ് അഡാമ ട്രയോറെ കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവുമായിരുന്നെങ്കിൽ മേ ബി ഹൂനോസ് ഈക്വലൈസർ ഒരു വിക്ടറിയോ നേടായിരുന്നു ഫുള്ളാമിന്. അപ്പുറത്ത് സിറ്റിയും ക്ലിനിക്കൽ ആവുമായിരുന്നെങ്കിൽ ഈ 3-2 സ്ഥാനത്ത് ഒരു 5-2 6-2 ആക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നല്ല, ബട്ട് ആക്കായിരുന്നു. സോ ഓവറോൾ ഓക്കെ പെർഫോമൻസ് ഫുള്ളാം. നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കോ സിൽവയുടെ സൈഡ് ഈസ് നോട്ട് ഈസി ടു പ്ലേ. സോ അവർ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എത്തിഹാടി വന്നു കൊടുത്തു. അവസാനം സിറ്റി ഗെയിം മാനേജ്മെന്റ് മൂഡിലോട്ടൊക്കെ പോയി കുറച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വിക്ടറി ഗ്രൈൻഡ് ചെയ്തെടുത്തു എന്ന് തന്നെ പറയാം മാഞ്ചസ്റ്റർ സിറ്റി. സോ റൈറ്റ് ടൈമിലാണ് ഇന്റർനാഷണൽ ബ്രേക്ക് മാൻ സിറ്റിക്ക് വരുന്നത്. ഐ ഹോപ്പ് പെപ് ഗോർഡിയോള ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബൈ ദിസ് ടൈം വിത്തൗട്ട് റോഡ്രി, നമുക്കറിയാം ഈ സീസണിൽ റോഡ്രി ഇല്ല, വിത്തൗട്ട് റോഡ്രി ഒരു പ്രോപ്പർ സ്ട്രക്ചർ പെപ് ഗോർഡിയോള സെറ്റ് ചെയ്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കോവസിച്ച് 2 ഗോൾ അടിച്ചു. കോവസിച്ച്, ഗുണ്ടകൻ മിഡ്ഫീൽഡ് ഡ്യൂ ഒന്നും മോശമല്ല. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ റോഡ്രിയുടെ അഭാവം എങ്ങനെ അവർ ഇത് ചെയ്യും. നമുക്കറിയാം കോവസിച്ച് ഈസ് നോട്ട് എ പ്രോപ്പർ നമ്പർ 6 അല്ലേ. സോ നമ്മൾ കോവസിച്ചിൻ്റെ കയ്യിൽ നിന്ന് റോഡ്രി എക്സ്പെക്ട് ചെയ്യുന്നത് ശരിയല്ല. സോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഗെയിമിൽ ഇന്നലെ ഇല്ലായിരുന്നു എന്നാന്ന് വെച്ചാൽ ഒരു കൺട്രോളാണ്. അവരുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗെയിമിൻ്റെ കൺട്രോളിൻ്റെ പിവറ്റൽ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റോഡ്രി. സോ ആ ഒരു പിവറ്റൽ ഭാഗത്തെ എടുത്ത് മാറ്റുമ്പോൾ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ടൈം എടുക്കും, അഥവാ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ അതിനകത്ത് തന്നെ റൈറ്റ് ടൈമിലാണ് ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത്. ഐ ഹോപ്പ് മാൻ സിറ്റി സോർട്ട് ഇറ്റ് ഔട്ട്. ആൻഡ് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ് ഒരു 3-2 വിക്ടറി പോസിറ്റീവായി തന്നെ മാൻ സിറ്റിക്ക് ഇന്റർനാഷണൽ ബ്രേക്കിലോട്ട് പോവാം. സോ എന്താണ് നിങ്ങൾക്ക് ഈ 2 മാച്ചുകളെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരേക്കും. ബൈ.